ഇരുവശവും ആർത്തിരമ്പുന്ന കടൽ. മൂന്ന് സൈഡും കടലിന് നടുക്ക് വലിയൊരു പാറക്കൂട്ടം. ഈ പാറക്കൂട്ടത്തിന് മുകളിലായി ഉയർന്നു നിൽക്കുന്ന ഒരു പുരാതന ക്രൈസ്തവ ദേവാലയം. കാലത്തെയും പ്രകൃതിക്ഷോഭങ്ങളെയും അതിജീവിച്ച് തലയുയർത്തി നിൽക്കുന്ന ആ ദേവാലയത്തിന് ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് കഥകൾ നമ്മളോട് പറയാനുണ്ട്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിൽ തന്നെ വളരെയേറെ പ്രത്യേകതയുള്ള മണപ്പാട് ഹോളി ക്രോസ് ദേവാലയത്തിലാണ് ഞാനിപ്പോൾ. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽ മണപ്പാട് എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഈ അതിപുരാതനമായ ദേവാലയം തലയുയർത്തി നിൽക്കുന്നത്. ഫ്രാൻസിസ് സേവ്യറുടെ പാദസ്പർശനമേറ്റ, ഫ്രാൻസിസ് സേവ്യർ താമസിച്ച ഈ ദേവാലയത്തിൻ്റെയും ഈ ദേവാലയത്തോട് ചേർന്നുള്ള ഭൂമിശാസ്ത്രപരമായ ചരിത്രങ്ങളുമാണ് ഇന്ന് ചർച്ച് വ്ലോഗിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ചർച്ച് വ്ലോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ആയിരത്തി 1542 മണപ്പാടിൻ്റെ ക്രൈസ്തവ ചരിത്രം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. ആ സമയത്താണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഇവിടെ മണപ്പാട് വന്ന് ഇറങ്ങുന്നതും. ഇവിടെ ഒരു പ്രകൃതി നിർമ്മിതമായി തന്നെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ താമസിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള വിശ്വാസികൾക്ക് ക്രൈസ്തവ വിശ്വാസം പകർന്നു കൊടുത്തതും അതുപോലെ തന്നെ മാമോദിസ മുക്കിയതുമെല്ലാം. ആ ഗുഹയിലേക്ക് നമുക്കിപ്പോൾ പോകാം. മണപ്പാട് ദേവാലയത്തിൻ്റെ ആ സൈഡിലൂടെ നമ്മളിപ്പോൾ താഴേക്ക് കടലിനോട് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഫ്രാൻസിസ് സേവ്യറുടെ ഗുഹയുള്ളത്. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് പുനിത സവേറിയർ ആലയം, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഒരു ചെറിയൊരു ചാപ്പൽ ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. ഈ ചാപ്പലിൻ്റെ താഴെയാണ് ആ ഗുഹ. ആ ഗുഹയുടെ മുകളിൽ ഒരു ചാപ്പൽ നിർമ്മിച്ചിരിക്കുന്നു. അതിന് താഴെയാണ് ഫ്രാൻസിസ് സേവ്യർ താമസിച്ചിരുന്ന ഗുഹ. ആ ഗുഹയിലേക്ക് നമുക്ക് പോകാം. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഈ ദേവാലയം, ഈ ദേവാലയത്തിന് തൊട്ട് താഴേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമുക്ക് ഈ ഗുഹ കാണാൻ സാധിക്കുന്നത്. ഈ ഗുഹ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും 3 സൈഡും കടലാണ്. ഈ കടലിന് നടുക്കായിട്ട് 3 സൈഡിനും നടുക്കായിട്ട് ഒരു ഗുഹ വരുന്നു. അത് പ്രകൃതിദത്തമായി തന്നെ ഈ തിര അടിച്ചടിച്ചടിച്ച ഒരു ഗുഹയാകുന്നു. ഈ ഗുഹയിലാണ് 1542 വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഇവിടെ വന്ന് താമസിക്കുകയും ഇവിടെ വിശ്വാസികളുടെ അടുത്ത് പഠിപ്പിക്കുകയും വചനം പ്രഘോഷിക്കുകയും ജ്ഞാനസ്നാനം നൽകുകയൊക്കെ ചെയ്തത്. അത്തരത്തിൽ വളരെ അത്ഭുതമായി ഇന്നും ഈ ഗുഹയോടെയുണ്ട്. മറ്റൊരു കാര്യം, ഈ ഗുഹയുടെ ഉള്ളിലുള്ള കിണറാണ്. ഈ കടലിന് നടുക്ക് ഒരു കിണർ, അത് തന്നെ അത്ഭുതം. ആ കിണറ്റിലെ ശുദ്ധജലം, അത് മറ്റൊരു അത്ഭുതം. എന്തായാലും നമുക്ക് ഈ ഗുഹയുടെ അകത്തേക്ക് കാണാം. ഇതാണ് ആ ഗുഹയുടെ ഉള്ളിൽ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 4 തൂണുകൾ ഈ ഗുഹയുടെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ പാറക്കെട്ട് തന്നെയാണ്. ഈ പാറക്കെട്ട് ഇത് തനിയെ ഉണ്ടായ ഗുഹയാണ്, വെള്ളം അടിച്ചടിച്ചുണ്ടായ ഒരു ഗുഹയാണ്. നിലവിലിപ്പോൾ ഈ ഗുഹയുടെ ഇവിടെ ചെറിയൊരു അൾത്താര പോലെ
ഒരു ചെറിയ രൂപക്കൂട്, ഫ്രാൻസിസ് സേവറിൻ്റെ രൂപം വെച്ചിട്ടുള്ള രൂപക്കൂട് ഇവിടെ പണിതിട്ടുണ്ട്. ഒപ്പം രൂപം വെച്ചിട്ടുണ്ട്. നിരവധി വിശ്വാസികളോടൊന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വളരെ മനോഹരമായൊരു അനുഭവം. ഫ്രാൻസിസ് സേവർ ഈ ഗുഹയിൽ താമസിച്ചു എന്നും ആ ഗുഹയിൽ ഞങ്ങൾക്ക് എത്താൻ സാധിച്ചു, ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു ദൈവാനുഭവമാണ്. വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് ലഭിക്കാം, പ്രാർത്ഥിക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു കിണറുണ്ട്. ഇതാണ് ഇവിടുത്തെ അത്ഭുതം. അതായത് നമുക്കറിയാം 3 സൈഡും നല്ല കടലാണ്, ഉപ്പ് കടലാണ്, വലിയ ബേ ഓഫ് ബംഗാളാണ്. ഈ കടലിന് നടുക്കാണ് ഒരു കിണറുള്ളത്. ഈ കിണറിൽ നല്ല വെള്ളം കിട്ടും. ഈ വെള്ളം ഇവിടെ വരുന്ന വിശ്വാസികൾ ഈ കിണറിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നു എന്നാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഫ്രാൻസിസ് സേവർ താമസിച്ചിരുന്ന ഗുഹയിൽ അദ്ദേഹത്തിന് കുടിക്കാനായി ഒരു കിണർ. മീറ്ററുകൾ പോലും വ്യത്യാസമേ ഇല്ല. തൊട്ട് മുമ്പിൽ കാണുന്ന കടലാണ് വലിയ ബേ ഓഫ് ബംഗാൾ, സൈഡിലും കാണുന്ന ബേ ഓഫ് ബംഗാൾ, ഇതിന് തൊട്ടപ്പുറത്തും കാണുന്ന ബേ ഓഫ് ബംഗാൾ. അത്തരത്തിൽ കടലിന് നടുക്ക് ഇതുപോലൊരു കിണർ, ആ കിണറ്റിൽ നിന്ന് നല്ല വെള്ളം നമുക്ക് കുടിക്കാൻ സാധിക്കുന്നു. ഫ്രാൻസിസ് താമസിച്ച ഈ ഗുഹയുടെ ഏറ്റവും വലിയ അത്ഭുതം അത് ഈ കിണർ തന്നെയാണ്. ഒരുപാട് വിശ്വാസികളാണ് ഈ കിണർ കാണാനും ഫ്രാൻസിസ് സേവറുടെ മാധ്യസ്ഥം അപേക്ഷിക്കാനും ഇവിടെ വന്ന് ഈ വെള്ളം കുടിക്കാനും ജാതിമത ഭേദമന്യേ നിരവധി വിശ്വാസികൾ ഇപ്പോഴും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. அனைவருக்கும் வணக்கம். திருச்சிலுவையே எம் ஏக அடைக்கலமே, ஏக நம்பிக்கையே வாழ்க. என்னுடைய பெயர் ஃபாதர் கிராசிஸ் மைக்கேல். நான் மணப்பாடு திருச்சிலுவை நாதனுடைய இந்த திருத்தலத்தினுடைய பங்கு பணியாளராக இருக்கின்றேன். குறிப்பாக இந்த ஆலயத்தை பற்றி சொல்ல வேண்டுமென்றால், தூத்துக்குடி மறை மாவட்டத்தை சார்ந்த ஆலயம். தூத்துக்குடி மாவட்டத்தில் திருச்செந்தூருக்கு அருகே இந்த இடம் இருக்கின்றது, மணப்பாடு. இது அநேக மக்கள் வந்து செல்கின்ற இடமாக இருக்கின்றது. இங்கே திருச்சிலுவை நாதருடைய இந்த திருத்தலத்திலே நிறைய மக்கள் ஜெபித்து கொண்டிருக்கின்றார்கள். 1540 போர்த்துகீசிய மாலுமிகள் இந்த வங்காள விரிகுடா வழியாக பயணம் செய்த பொழுது திடீரென்று புயல் காற்று அவர்களை அச்சுறுத்தியது. எனவே அவர்கள் இறைவனிடம் வேண்டினார்கள். அப்பொழுது அவர்கள் பாதுகாக்கப்பட்டு இந்த மணப்பாடுடைய பகுதியிலே தஞ்சம் கரை சேர்ந்தார்கள். எனவே அவர்கள் தாங்கள் கொண்டு வந்த பாய்மரம், அந்த படகு செல்வதற்கு பயன்படுத்துகின்ற அந்த பாய்மரத்தை அவர்கள் இங்கே சிலுவையாக நட்டி வைத்தார்கள். குறிப்பிட்ட நாட்களிலே அந்த சிலுவையானது வளர ஆரம்பித்தது. அதுக்கு பின்பாக வந்த 1541 வந்த புனித சவேரியார், அவர் அந்த சிலுவையை மையப்படுத்தி ஒரு குடில் அமைத்து அந்த சிலுவையை மையப்படுத்தி ஒரு திருப்பலி தினமும் நடத்தி கொண்டிருந்தார். இங்கு வந்து தங்கி இங்குள்ள மக்களுக்கு அவர் போதித்து பல்வேறு மக்களை கிறிஸ்தவத்துக்கு கொண்டு வந்தார். எனவே தான் அவர்கள் கிறிஸ்தவத்தில் வேரூன்றியவர்களாக, கத்தோலிக்க கிறிஸ்தவ நம்பிக்கையில் வேரூன்றியவர்களாக இருக்கின்றார்கள். அவர் 2 ஆண்டுகள் தான் இருந்தாலும் இங்குள்ள மக்கள் இன்னும் சவேரியாரை தங்களுடைய ஞான தகப்பனாக பார்த்து இன்னும் அவரை போற்றி போல்கின்றார்கள். அவருடைய குகை, அவர் வாழ்ந்த குகை தான் அந்த வங்காள விரிகுடா, பே ஆஃப் பெங்கால், அது பக்கத்தில் இருக்கிற அந்த கடற்கரையில் இருக்கின்றது. அந்த குகையின் அருகே உள்ளே ஒரு கிணறு இருக்கின்றது. அது அதிசய கிணறு. அந்த கிணற்றிலே தண்ணீரானது, அது கடலுக்கு அருகே இருந்தாலும் தண்ணீரானது இன்றும் சுவையானதாக இருக்கும். அந்த தண்ணீரை அவர் தான் குடிப்பதற்காக பயன்படுத்தினார். எனவே அது ஒரு அதிசயமான கிணறு. அந்த கிணற்றினுடைய நீரை பல மக்கள், உள்ளூர் மட்டுமல்ல வெளி மாநிலங்களிலும் வெளிநாட்டில் உள்ளவர்களும் வந்து எடுத்து செல்கின்றார்கள். அந்த தண்ணீரின் மூலமாக நிறைய பேர் குழந்தை பாக்கியம் பெற்றிருக்கின்றார்கள். அதே போல் நிறைய பேர் உடல்நலம் பெற்றிருக்கின்றார்கள். அது ஒரு அதிசய நீரூட்டாகவே, கிணற்று தண்ணீராகவே இன்னும் பார்க்கப்படுகின்றது. அந்த தேர்ந்து வற்றாத நீராகவே இருக்கின்றது. அதே போல் இங்குள்ள மக்கள் எல்லோரும் தினமும் இந்த திருத்தலத்தை நாடி வருவது, அதிகமாக இந்துக்கள் இதை நாடி வருவார்கள். குறிப்பாக நம்முடைய கேரளாவில் உள்ள மக்கள் அதிகமாக இங்கே பயணம் செய்து வருகின்றார்கள். இங்கே இயேசு பாடுபட்ட மெய்யான சிலுவை
இருக்கின்றது. அந்த மெய்யான சிலுவையினுடைய ஒரு பகுதி இருக்கின்றது. அதை கேரளாவிலிருந்து மக்கள் நடந்தே கொண்டு வந்தார்கள். நடந்தே கொண்டு வந்து இங்குள்ள மக்களுக்கு கொடுத்து இங்கே உள்ள திருச்சிலுவை நாதரை போற்றும் அடிப்படையில் வைத்திருக்கின்றார்கள். அதை நாங்கள் அது புனித பண்டமாக வைத்து இன்று வரை புனித பண்டமாக வைத்து இன்று வரை ஒவ்வொரு தலை வெள்ளிக்கிழமையும் நாங்கள் அதை மக்களுக்கு கொண்டு வந்து அதை வணக்கம் செலுத்தக்கூடிய அடிப்படையில் வைத்திருக்கின்றோம். எனவே அப்படிப்பட்ட அடிப்படையில் இந்த திருத்தலம் நல்ல பெயர் வாங்கியது. இன்னும் சிறப்பாக சொல்ல வேண்டுமென்றால் 450 ஆண்டுகளுக்கு மேலாக இருக்கின்ற இந்த திருத்தலத்திலே பல்வேறு மக்கள் வந்து ஜெபிக்கக்கூடிய அடிப்படை இருக்கிறது. ஒவ்வொரு வெள்ளிக்கிழமையும் இங்கே காலை 10:30 மணிக்கும் மாலை 5 மணிக்கும் திருப்பலி நடைபெறுகின்றது. ஒவ்வொரு 3ஆம் தேதியும் சவேரியார் குகையிலே திருப்பலி நடைபெறுகின்றது. ஒவ்வொரு ஞாயிற்றுக்கிழமையும் மாலை 5 மணிக்கு திருப்பலி இங்கே நடைபெறுகின்றது. இந்த திரு இருதய மாதத்தின் முன்னிட்டு ஒவ்வொரு நாளும் மாலை 5:30 மணிக்கு இங்கே இந்த நாட்களிலே திருப்பலி வைத்து கொண்டிருக்கிறோம். മണപ്പാട് ഹോളി ക്രോസ് ദേവാലയത്തിൻ്റെ പ്രധാന അൾത്താരയുടെ മുമ്പിലാണ്. വളരെ ചരിത്രപരമായും വിശ്വാസപരമായും ഏറെ പ്രാധാന്യമുള്ള ഒരു അൾത്താരയും ദേവാലയവുമാണ് ഇത്. 1581 ഈ ദേവാലയം ഇവിടെ പണിയുന്നത്. ഈ ദേവാലയം ഇവിടെ പണിയുന്നതിന് മുമ്പുള്ള ഒരു ചരിത്രമുണ്ട്. ഒരു പോർച്ചുഗീസ് കപ്പൽ ഇവിടെ വന്ന് അപകടത്തിൽപ്പെടുകയും അതിൽ നിന്ന് രക്ഷപ്പെട്ട ക്യാപ്റ്റൻ പോർച്ചുഗീസുകാരൻ അദ്ദേഹം ആ കപ്പലിൻ്റെ കൊടിമരം ഊരി ഈ കുന്നിൻ്റെ പുറത്തൊരു കുരിശ് സ്ഥാപിച്ചു. ആ കുരിശ് സ്ഥാപിച്ചെടുത്താണ് പിന്നീട് ഇവിടെ ദേവാലയം ഫാദർ ജോൺ ഡി സലനോവ എന്ന വൈദികനാണ് ആ കുരിശ് സ്ഥാപിച്ചെടുത്ത് 1581 ദേവാലയം പണിയുന്നത്. 1581 ഇതിന് കല്ലിടുകയും ഏകദേശം 25,000 കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ ഒരു ദേവാലയം അന്ന് നിർമ്മിച്ചത്. അന്ന് ആ ഒരു കൊടിമരം ഉപയോഗിച്ച് നിർമ്മിച്ച ആ ഒരു കുരിശ് ഇപ്പോഴും ഈ പ്രധാന അൾത്താരയിലെ ക്രൂശിത രൂപത്തിൻ്റെ തൊട്ടു പുറകിലായിട്ട് ഇന്നും ഉണ്ട്. വളരെ വലിയൊരു അത്ഭുതവും ഒരുപാട് വിശ്വാസികൾ ഈ അൾത്താരയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു അത്ഭുതമുണ്ട്. കാരണം അന്ന് സ്ഥാപിച്ച ആ കുരിശ് പിന്നീട് അത് വളരുന്നതായി കണ്ടു. അങ്ങനെ ആ കപ്പൽ അപകടത്തിൽപ്പെട്ട ആ ഒരു കപ്പിത്താൻ ക്യാപ്റ്റൻ ആ കൊടിമരം ഉപയോഗിച്ച് കുരിശ് നിർമ്മിച്ചത് വളരുന്നതായിട്ട് കണ്ടു. പിന്നീട് ആളുകൾ വന്ന് അതിൽ നിന്ന് ആ ഒരു കുരിശിൻ്റെ ഭാഗം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അതിപ്പോൾ അത് വളരെ സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ആ കുരിശ്. അത് ഈ ഒരു ദേവാലയത്തിൻ്റെ ഈ ക്രൂശിത രൂപത്തിൻ്റെ പുറകിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ആ കുരിശിൻ്റെ ഭാഗം. അതിപ്പോൾ അവർ പൂർണ്ണമായും മൂടിയിരിക്കുകയാണ്. കാരണം വിശ്വാസികൾ വന്ന് അത് ചുരണ്ടി കൊണ്ടുപോവുകയും കുരിശ് മുറിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. അത് വളരുന്നതായിട്ട് കണ്ടിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ കുരിശ് വളരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മുകളിൽ കാണുന്നതാണ് ആ കുരിശിൻ്റെ ഉയർന്ന ഭാഗം. അതിപ്പോൾ മൈക്ക് ഉപയോഗിച്ച് അവർ പൂർണ്ണമായും ആ കുരിശ് പുറമെ കാണാൻ പറ്റാത്ത രീതിയിൽ സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ പ്രധാന അൾത്താരയുടെ കുരിശിൻ്റെ തൊട്ടു പുറകെ തന്നെ ആ കുരിശ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരുപാട് വിശ്വാസികൾ ഇവിടെ വന്ന് ആ കുരിശുമേ തൊട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം നേടുന്നു, അനുഗ്രഹങ്ങൾ നേടുന്നു. மணப்பாடு மக்களை எடுத்துக்கொண்டோம் என்றால் அவர்கள் தங்களுடைய நல்ல காரியங்கள் ஏதாவது செய்ய வேண்டும் என்றால் உடனடியாக இந்த ஆலயத்தை வந்து சந்தித்து விட்டு தான் அவர்கள் எங்கும் செல்வார்கள். எந்த நல்ல காரியத்துக்கு செல்ல வேண்டும், திருமண காரியங்கள், முக்கியமான வீடு கட்டும் பணி என்றால் இங்கே வந்து ஜெபித்து விட்டு தான் செல்வார்கள். தினமும் காலையில் வந்து தியானம் செய்யக்கூடிய, தினமும் காலையில் வந்து ஜெபிக்கக்கூடிய மக்கள் இருக்கிறார்கள். ஒவ்வொரு நாளும் சந்திக்கின்ற மக்கள் குறிப்பாக வெளியூரிலிருந்து இந்துக்களும் சரி, கிறிஸ்தவர்களும் சரி, இஸ்லாமியர்களும் சரி அதிகமாக ஒவ்வொரு நாளும் இங்கே கூடி வருகின்ற நிகழ்வு இருக்கும்.
எனவே இந்த இடத்திலே என்றுமே யாரும் இல்லாத சூழ்நிலை இருக்காது. எப்பொழுதும் இந்த ஆலயம் திறந்து வைக்கப்பட்டிருக்கின்றோம். 24 மணி நேரம் பார்ப்பதற்காக அங்கே இந்த நம்முடைய கதவிலே ஒரு துளை போடப்பட்டிருக்கிறது. அந்த துளையின் வழியாக நாம் 24 மணி நேரமும் ஆலயத்தினுடைய உள்பகுதியை எப்பொழுதும் பார்க்கலாம். எனவே வருகின்ற மக்கள் இந்த திருச்சிலுவை நாதருடைய இந்த உருவத்தை பார்க்காமல் சென்றுவிடக்கூடாது என்பதற்காக ஆலயத்திலே 2 துளைகள் வைக்கப்பட்டிருந்தது. பார்த்துவிட்டு செல்லலாம். இங்கே உள்ள மக்கள் ஜெபிக்கின்ற பொழுது எல்லாமே நன்றாக நடக்கும். எனவே நீங்களும் இந்த ஆலயத்தை பற்றி தெரிந்து வைத்திருக்கின்றீர்கள். இது பழமை வாய்ந்த ஆலயம், புதுமை நிறைந்த ஆலயம், பல மக்களும் ஒன்றுபட்டு ஜெபிக்கின்ற ஆலயம். குறிப்பாக கிறிஸ்தவர்கள் மட்டுமல்ல, இஸ்லாமியர்கள், இந்துக்கள் ஜெபிக்கின்ற ஆலயம். பக்கத்திலே கடற்கரை இருக்கின்றது. இங்கே கடற்கரையிலே பல மக்கள் அவர்கள் பயன்படுத்தி செல்வார்கள். சுற்றி பார்ப்பதற்கும் நன்றாக இருக்கும். ஒரு நாள் முழுமையாக நாம் இங்கே இருந்து அதிசயங்களை, அற்புதங்களை மட்டுமல்ல, நாம் இன்பமாக மகிழ்ச்சியாக இருப்பதற்கும் இந்த இடம் பயனுள்ளதற்கும். இங்கே ஒரு கலங்கரை விளக்கம் இருக்கின்றது. அதுவும் பழமை வாய்ந்தது தான். அந்த கலங்கரை விளக்கத்தையும் மக்கள் சென்று பார்க்கக்கூடிய அடிப்படையில் வைத்திருக்கின்றார்கள். அதே போல் இங்கே மணப்பாட்டிலே 2 ஆலயங்கள், புனித யாகப்பர் ஆலயம் இருக்கின்றது, புனித தூய ஆவியானவர் ஆலயம் இருக்கின்றது. அதுவும் இங்கே பெரிய கோயிலாக, சின்ன கோயிலாக பார்க்கப்படுகின்றது. அங்கேயும் மக்கள் அதிக அளவு ஜெபிக்கின்றார்கள். ஒரு 2000 குடும்பங்கள் மேல் இங்கே வசித்து கொண்டிருக்கின்றார்கள். அவர்கள் எல்லாருமே கத்தோலிக்க கிறிஸ்தவ நம்பிக்கையில் வேரூன்றியவர்கள். 1600 கால்வினிசிய சிந்தனை வந்த பொழுது அவர்கள் இங்கே உள்ள குருக்களை மற்றொரு இடத்திற்கு விரட்டினார்கள். குருக்கள் இன்னொரு இடத்தில் பக்கத்தில் இருக்கின்ற அமராபுரத்தில் இருந்து கொண்டிருந்தார்கள். ஆனால் இந்த மக்கள் கத்தோலிக்க நம்பியை விடக்கூடாது என்பதற்காக ஒவ்வொரு நாளும் திருப்பலி பங்கெடுப்பதற்காக பக்கத்து ஊருக்கு நடந்து சென்றார்கள். ஆனால் குறிப்பிட்ட காலத்திலே கால்வினிசிய சிந்தனை அந்த டச்சுக்காரர்கள் இவர்களுடைய நம்பிக்கையை பார்த்து, கத்தோலிக்க நம்பிக்கையை பார்த்து, இந்த மக்களை நாம் எந்த விதத்திலும் கால்வினிசிய சிந்தனைக்கு கொண்டு வர முடியாது என்று சொல்லி மீண்டும் அவர்களைவே குருக்களை வரவழைத்து, நீங்கள் கிறிஸ்தவத்தை, நீங்கள் இங்கே கத்தோலிக்க கிறிஸ்தவத்திலே இருங்கள், கத்தோலிக்க கிறிஸ்தவத்தையே செய்யுங்கள், நாங்கள் வியாபாரத்தை பார்த்து கொள்கிறோம் என்று அந்த கத்தோலிக்க கிறிஸ்தவத்தை இன்னும் அதிகமாக வளர்ப்பதற்கு அந்த டச்சுக்காரர்களும் உதவியாக இருந்தார்கள். எனவே போர்த்துகீசியர்களால் தொடங்கப்பட்டாலும் டச்சுக்காரர்களும் அதுக்கு உதவியாக இருந்தார்கள். அந்த நம்பிக்கையில் தான் இங்கே உள்ள கிறிஸ்தவர்கள் இன்று வரை ஆழமான விசுவாசத்தோடு வைத்திருக்கின்றார்கள். அந்த விசுவாசத்தை தாங்கள் மட்டுமல்ல, மற்ற மக்களும், குறிப்பாக தமிழகத்தை சார்ந்த, வெளி மாநிலங்களை சார்ந்த, வெளிநாட்டுக்கு சார்ந்த மக்கள் இருக்கும் அடிப்படையில் இந்த இடங்கள் இருக்கின்றது. தங்குவதற்கு இங்கே அறைகள் இருக்கின்றன. நாம் செல்வதற்கு பல ஏற்பாடுகளை இங்கு உள்ள நபர்கள் செய்திருக்கின்றார்கள். இறைவனுடைய பெயரால், திருச்சிலுவை நாதனுடைய பெயரால் உங்களுக்கு ஆசீரும் வல்லமையும் அதிசயம் நடக்க வேண்டும் என்று உங்களை அன்போடு கேட்டுக்கொள்கின்றேன். இங்கே திருச்சிலுவை நாதர் உங்களோடு இருப்பாராக. திருச்சிலுவையே எம் ஏக நம்பிக்கையே வாழ்க. വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ പാദസ്പർശനമേറ്റ ഈ മണ്ണ് അദ്ദേഹം 2 വർഷത്തോളം ഇവിടെ നിന്ന് വിശ്വാസികളെ പഠിപ്പിച്ചിരുന്നു. ആ മണ്ണിൽ ഇത്തരത്തിലൊരു ദേവാലയം ഉയരുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് പണിത ജോൺ ഡി സലനോവ എന്ന അച്ഛൻ 1583 അദ്ദേഹത്തിനൊരാഗ്രഹം, അതായത് ഈശോ പീഡാനുഭവം സഹിച്ച് മരിച്ച ആ യഥാർത്ഥ കുരിശ്, ആ കുരിശിൻ്റെ ഒരു ഭാഗം ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ഭാഗമായി അന്നത്തെ മാർപ്പാപ്പ ആയിരുന്ന ഗ്രിഗറി 3-ാമൻ പാപ്പ അത്തരത്തിൽ ഈശോയുടെ കുരിശിൻ്റെ യഥാർത്ഥ തിരുശേഷിപ്പ് ഇവിടേക്കായി കൊടുത്തുവിട്ടു. പക്ഷേ അത് ഗോവയിൽ വന്ന് അത് ഇവിടെ എത്തിയത് കൊച്ചിയിലാണ്. അങ്ങനെ കൊച്ചിയിലെത്തിയ ആ വിശുദ്ധ കുരിശിൻ്റെ ഭാഗം ആഘോഷപൂർവമാണ്, നടന്ന് ആഘോഷപൂർവം ആണ് ഈ ദേവാലയത്തിൽ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഇത് ഇപ്പോൾ ഈ ദേവാലയത്തിലെ എല്ലാ മാസാദി വെള്ളിയാഴ്ചകളിലും ഈ കുരിശിൻ്റെ തിരുശേഷിപ്പ് എടുത്തുകൊണ്ടുവന്ന് ഇവിടെ വിശ്വാസികളെ ആശീർവദിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് കേരളത്തിൽ നിന്ന്, നമ്മുടെ കൊച്ചിയിൽ നിന്നെല്ലാം ആഘോഷപൂർവ്വം ഈ ഒരു അൾത്താരയിലേക്ക് വിശുദ്ധ കുരിശ്, യേശുവിൻ്റെ യഥാർത്ഥ കുരിശ് എത്തിയതുകൊണ്ട് തന്നെ മലയാളികളായ ഒരുപാട് പേരൊക്കെ ഈ ദേവാലയത്തിലെത്തി ഈ ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുരിശിൻ്റെ മാധ്യസ്ഥ്യം തേടി, അനുഗ്രഹം തേടി, തിരുസ്ലീവായുടെ അനുഗ്രഹം തേടി പ്രാർത്ഥിക്കുന്നു.
മൂന്ന് വശവും കടൽ, അതിന് നടുക്കായി കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു അർദ്ധദ്വീപ് കണക്കെയുള്ള ഒരു പാറക്കൂട്ടം. ഇതിന് മുകളിലാണ് മണപ്പാട് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഏറെ ചരിത്രപരമായും വിശ്വാസപരമായും ഏറെ പ്രാധാന്യമുള്ള ഈ ഇടത്തിലേക്ക് ഇപ്പോൾ വിശ്വാസികൾ, അത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് പോലും ഇവിടെ ഒഴുകിയെത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ താമസിച്ച ഗുഹയും, ആ ഗുഹയ്ക്കുള്ളിൽ അദ്ദേഹം ദാഹിച്ചപ്പോൾ അദ്ദേഹം തന്നെ സ്വയമായി കുഴിച്ച ഒരു കിണറുമാണ്. 3 സൈഡും കടൽ, ആ കടലിന് നടുക്ക് അദ്ദേഹം കുഴിച്ച കിണർ, ആ കിണറ്റിൽ ഇന്നും കിട്ടുന്ന ശുദ്ധജലം, ഇതെല്ലാം ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഒപ്പം ഈശോയുടെ കുരിശിൻ്റെ യഥാർത്ഥ തിരുശേഷിപ്പ് ഇന്ന് ഈ ദേവാലയത്തിൽ നിൽക്കുന്നു. സെപ്റ്റംബർ 4 മുതൽ 14 വരെയാണ് ഇവിടെയുള്ള പ്രധാന തിരുനാൾ ദിനങ്ങൾ. സെപ്റ്റംബർ 13-ാം തീയതി വൈകുന്നേരവും സെപ്റ്റംബർ 14-ാം തീയതി രാവിലെയും ഇവിടെ മലയാളം കുർബാന അർപ്പിക്കും. ഒരുപാട് മലയാളികൾ കേരളത്തിൽ നിന്ന് ഈ ദിവസങ്ങളിലെല്ലാം ഇവിടേക്ക് എത്തുന്നുണ്ട്. മണപ്പാട് ദേവാലയം എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഇവിടെ കിട്ടും, മണപ്പാട് ഹോളി ക്രോസ് ചർച്ച്. അതുകൊണ്ട് തന്നെ ഈ വഴി പോകുന്നവരും ഇത് കാണാൻ ആഗ്രഹിക്കുന്നവരും ഇവിടെ വന്ന് ഇവിടുത്തെ അനുഗ്രഹം, ദൈവാനുഗ്രഹം നേരിട്ട് അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു ദേവാലയത്തിലേക്ക് കടന്നു വരിക, വിശുദ്ധ കുരിശിൻ്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെയും അനുഗ്രഹം തേടുക. ചർച്ച് വ്ലോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും മറ്റൊരു ദേവാലയവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. നന്ദി, താങ്ക് യു.